ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സേഫായി തന്നെ വീട്ടിലിരിക്കുകയല്ലേ. അപ്പം നമുക്കിന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ. നമ്മുടെ റേഷൻ അരി കൊണ്ടാണ് നമ്മളിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. റേഷൻ അരിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. വെള്ള അരിയാണ് കേട്ടോ, മട്ടയല്ല. ഇതിലത്തെ കറുത്ത കളറൊക്കെ അരിയൊക്കെ മാറ്റിയിട്ട് ഞാനിവിടെ ഒരു തിളച്ച വെള്ളം ഞാനിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് വെച്ചിട്ടുള്ളത്. കുക്കർ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ നെയ്യ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഡാൽഡയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കുറച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയും കൂടിയും നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ നൈസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സബോളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സബോളയാണ് ചെറുതാക്കി ഒന്ന് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവണം. പിന്നെ ഞാനിതിലേക്ക് മസാലകൾ, അതായത് ഗരം മസാല, നമ്മുടെ ഏലക്ക, പട്ട അങ്ങനെയൊന്നും ഒറ്റയ്ക്കല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം പൊടിച്ച് അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഓരോന്ന് നമ്മൾ കഴിക്കുമ്പോൾ അങ്ങനെ കടിക്കില്ലേ, അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ആ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സബോള ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടെ തന്നെ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ കൂടെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ കുക്കറിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. റേഷൻ അരി കൊണ്ടുള്ള നെയ്ച്ചോറ് കുക്കറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ബാക്കിയുള്ള നെയ്യുണ്ടല്ലോ, ഇതിൽ നമുക്ക് വഴറ്റാനുള്ള സബോളയൊക്കെ ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറിലേക്കുള്ള സബോളയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഓയിൽ ആവശ്യമുള്ളവർ കുറച്ച് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സബോള ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് സബോളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെല്ലാം കൂടി പൊടിച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ ഏലക്കായ അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ചേർക്കുന്നില്ല. എല്ലാം കൂടി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതൊരു പ്രത്യേക മണമാണ് കേട്ടോ അതിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് അരിയൊക്കെ ഒന്ന് കഴുകി ഒന്ന് വാര വെക്കാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം തന്നാൽ നന്നായിട്ട് ഒരു സ്മെല്ല് പോലും ഇല്ല കേട്ടോ റേഷൻ അരിയുടെ. ശരിക്കും നമ്മൾ ബിരിയാണി അരി എങ്ങനെയാണോ കഴുകി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇത് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകിയെടുത്ത് വാര വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ. നമുക്കിതൊന്ന് ഈ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പൊടിഞ്ഞ് വരുമൊന്നുമില്ല. നമ്മൾ ഈ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ അരി പൊടിഞ്ഞ് പോകുന്നില്ല കേട്ടോ. അതുപോലെ കുഴയും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ടെക്സ്ചറിൽ തന്നെ ഇത് വരും ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ്, അതായത് 1.5 കപ്പ് അരിക്ക് ഞാനിവിടെ ഒരു 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും ചെയ്യും.
ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചെപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം. ഇവിടെ മല്ലിച്ചെപ്പില്ല, പുതിന ഉണ്ട്, അതുപോലെ തന്നെ സർവ്വസുഗന്ധിയുടെ ഇലയുണ്ട്, അതായത് ബേ ലീഫ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ കുക്കറിൽ വിസിലടിച്ചു, അതുപോലെ തന്നെ എയർ ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല ശരിക്കും നമ്മൾ നെയ്ച്ചോറ് വെച്ച അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. കണ്ടോ, നല്ല വെറുതെനെ കിടക്കുന്നുണ്ട് റൈസൊക്കെ. ശരിക്കും ഇത് നമുക്ക് റേഷനരിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ബിരിയാണി വെച്ചിട്ടുള്ള നെയ്ച്ചോറൊക്കെ വെക്കുന്നില്ലേ, അതിനെക്കാട്ടി കുറച്ചൊരു കട്ടി ഉണ്ടാവും, അല്ലാതെ വേറെ നമുക്ക് റേഷനരിയാണെന്ന് തോന്നുന്നില്ല. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഒരു ബൗളിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ കുക്കറിലുള്ളത് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോളയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മല്ലിച്ചെപ്പും പുതിനയൊക്കെ ഇതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി നെയ്ച്ചോറ്, റേഷനരി കൊണ്ട് കുക്കറിൽ വെച്ചിട്ടുള്ള അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്